ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എമ്പുരാൻ ലൂസിഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫറിന്റെ തട്ട് താഴെ തന്നെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എങ്കിലും എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ തീർത്തും നിരാശ സമ്മാനിക്കുന്നതോ മോശമായിട്ടുള്ള സിനിമയാണെന്നോ അഭിപ്രായമില്ല. മലയാള സിനിമ ഇതുവരെ കാണാത്ത ഗംഭീര മേക്കിംഗ് ഉള്ളതും ഗംഭീര വിഷ്വൽസും ഉള്ള ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ് എമ്പുരാൻ എന്നുള്ള രീതിയിലാണ് പറയാനായിട്ടുള്ളത്. ഒരു ഗംഭീരമായിട്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല. ലൂസിഫർ സിനിമ അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ ഭാവി വളരെ നല്ല രീതിയിലാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവസാനിക്കുന്നതെങ്കിലും കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു. സോ ഇതിനെ തുടർന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ച് കേരളത്തിലോട്ട് വരുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ലാലേട്ടന്റെ സ്വാഗും സ്ക്രീൻ പ്രസൻസുകളും ആക്ഷൻസും ഡയലോഗ്സുകളും എല്ലാം തന്നെ ഗംഭീരമായിരുന്നുണ്ടെങ്കിലും ലാലേട്ടന് കൊടുത്തിരിക്കുന്ന സ്ക്രീൻ സ്പേസ് വളരെയധികം കുറഞ്ഞു പോയി എന്നുള്ളൊരു ഫീൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടനെ കൂടാതെ തന്നെ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, പൃഥ്വിരാജ് എന്നൊരു ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പ്രകടനങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെയായിരുന്നു അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഡിഫറെന്റ് ടോപ്പോഗ്രഫിയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമയിലെ ബഡ്ജറ്റിനെ പറ്റിയിട്ട് പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും വളരെയധികം പൈസ മുടക്കിയിട്ട് വളരെ റിച്ച് ആയിട്ട് തന്നെ മേക്ക് ചെയ്തിരിക്കുന്ന, പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ യാതൊരുവിധ കുറവ് വരുത്താതെ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു മൂവി ആയിട്ടാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.